ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് സിംപ്ലി ദേവു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് പോകണം. പഠിച്ചൊക്കെ എഴുതിയിടാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ പോകുന്നൊരു വീടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇപ്പം എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നത്. എൻ്റെ കുറച്ച് പേർപ്പസൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത്. അപ്പം അതിന് ചെറിയൊരു ട്രിപ്പ്, അതൊക്കെയാണ് പ്ലാന്. കേസ് ഒന്നും പറയാലോ, 4 മണിയാണ്. കട്ടപ്പനയിൽ അപ്പോഴും ചൂടാണ്. ഞാൻ വിചാരിച്ചു പൈപ്പിനകത്തു നിന്നൊക്കെ പച്ചവെള്ളമായിരിക്കും വരുന്നത്. നോക്കിയപ്പം ചൂടുവെള്ളം ഗൈസ്, ആൻഡ് ഭയങ്കര ചൂട്. അപ്പം അതൊക്കെയാണ് കണ്ടൻറ്റ്. എന്നോട് ചോദിച്ചു വ്ളോഗൊന്നും ഇടുന്നില്ല, വ്ളോഗൊന്നും എടുത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ഞാൻ ഇടുകയാണ്. ഹാപ്പി അല്ലേ? സേസ് ഇവരെല്ലാം ഒരുങ്ങി, ഞാൻ മാത്രം ഒരുങ്ങിയില്ല. കാരണം നമ്മളിപ്പോഴേ ഒരുങ്ങി ആ ഒരു ഇതങ്ങോട്ട് പോകും. ഞങ്ങൾ ഈ ഹോട്ടലാണ് കയറുന്നത്. ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മളിനിയും പോവാണ്. ഇനി 1 മണിക്കൂറിൻ്റെ ഉണ്ട് തിരുവനന്തപുരം ചെല്ലാനായിട്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പരീക്ഷാഭവനിൽ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. നോക്കാം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ. എടുക്കാൻ പറ്റത്തില്ലല്ലേ? ഗവൺമെൻറ് ഓഫീസ് അതെ, അടി കിട്ടില്ല ഗൈസ്. എന്തിനാ വെറുതെ ഞാൻ എടുത്ത് റിസ്ക്. ഗൈസ്, പരീക്ഷ ഭവനിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോകണം. ആൻഡ് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല, കുറച്ച് പേരുകളുണ്ട്. എനിക്കത് പറഞ്ഞു തരാൻ എനിക്ക് പ്രത്യേകിച്ച് അറിയാം. എനിക്കെന്നെ മനസ്സിലായത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരിക? അതുകൊണ്ടാട്ടോ, അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കാം. അവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. പ്രത്യേകിച്ച് ഞാൻ ബ്ലാക്ക് ജീൻസ് ഒരു ഇട്ടേക്കുന്നത്. ആ ചൂടത്ത് എങ്ങനെയാണ് ഈ ചെരുപ്പില്ലാതാക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. അവിടെ നല്ല പൂവൊക്കെ നല്ല രസമില്ല കാണാൻ. ഗൈസ്, ഒരു ദിവസം ഇങ്ങനെ വെളിയിറങ്ങി നടന്നാൽ മതി, ഇവിടെ കാണിക്കും. യാതൊരു സംശയം എനിക്കതില്ല. എൻ്റെ വീർത്തൊലിക്കുക. അതെ, ഏതിൻ്റെ കോലം നോക്കൂ, ചപ്രാച്ചി റോളാ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ പോകാൻ പോകുന്നത്. കറുത്ത് കണ്ടില്ലേ എന്തൊരു ചൂടാണ്. എവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കണം, അത്രയും ചൂടാണ് വയസ്സ്. നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. അതെ ഗൈസ്, ഞങ്ങൾ തീരുമാനിച്ചു. തീരുന്ന പോലുമില്ല. പരിശോധനയൊക്കെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങും. അവിടെ കിടന്ന് എല്ലാവരും കണ്ടല്ലേ ഒന്ന് ഉറങ്ങുന്നത്. ഇങ്ങനെ യോഗം ഉണ്ടായി ഗൈസ്, പരീക്ഷ ഭവനിൽ പോകാനും അതുപോലെ തന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനും ഒക്കെ വലിയ യോഗമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ പാത്രത്തിലാകട്ടെ, ശരിയാതില്ല. ഇനി നമുക്ക് ടേസ്റ്റ് ആയിട്ട് പറയാം. ഞാൻ എന്ത് പറഞ്ഞാലും നല്ലതെന്നൊക്കെ ഞാൻ പറയാറുള്ളത്. നോക്കട്ടെ. കുഴപ്പമില്ല, ആവറേജ് അല്ല. വലിയ പൊളിയല്ല, സൂപ്പറല്ല, കുഴപ്പമില്ല. ഗൈസ്, രാവിലെ വന്നതാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 5 മണിയായി. കാര്യമൊക്കെ ഇനി വരണം. ഞങ്ങൾക്ക് മൊത്തം പണി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും കൊണ്ട് ശരിയാക്കാം. ആപ്ലിക്കേഷനൊക്കെ കൊടുക്കണം. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്കത് വിശദീകരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇനി എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തിട്ട് കാണാം. ഗൈസ്, ആണ് നമ്മൾ കന്യാകുമാരിയിൽ റൂം എടുത്തിരിക്കുകയാണ്. പേരെന്തുവായിരുന്നു? സ്റ്റാർസെന്നോ അങ്ങനെങ്ങാണ്ട് പറഞ്ഞ്. ഭയങ്കര തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്കാണ്. രസമുണ്ട് കാണാൻ. കയറാം. നല്ല കാറ്റുണ്ട് ഗൈസ് ഇവിടെ.
ಫಸ್ಟ್ ರೂಮ್ 108 ಲಾಸ್ಟ್ 111 ಎಸಿ ಆನ್ ಮಾಡಿದೆಯಲ್ಲ ಚಾವಿ ಕಲೆ ಇದೋರ್ನ 111 ഗൈസ് ഈസി ഉണ്ട് ഗൈസ്, ഈസി ഉണ്ട്. ഇവര് പണ്ട് അമ്മയും അപ്പയും കന്യാകുമാരിക്ക് വന്നത്തേക്കിന് താമസിച്ചതാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതെന്റെ ഗൈസ് അമ്മ പറഞ്ഞത് അത് മുരിങ്ങയ്ക്കാണ്. അതേം തോന്നി നല്ല ചോറ് കഴിക്കാൻ തോന്നി ഗൈസ്. ഇവിടെ എൻ്റെ ബിസ്ക്കറ്റിൻ്റെ മണം ഇങ്ങനെ അടിച്ചു കയറുകയാണ്. അടിപൊളി ടേസ്റ്റ്. അച്ചാറത്തിൽ വയ്ക്കോ? അച്ചാറും കൂടി കുറച്ച് അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇവിടുത്തെ മീൻ സൂപ്പറാണ്. നല്ല വലിയ സാധനമായിരിക്കുകയാണ്. നമ്മൾ സൂപ്പറായി. നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾക്ക് ചോദിക്കാം അവിടെ എന്തൊക്കെയാണ്. എന്താ കളവ് പോയോ ഗൈസ്? ഒന്നും വായിക്കാൻ അറിയത്തില്ല. വള കഴിക്കുന്നത് ഏതാ വേണ്ടത്? നോക്കൂ, എഴുതി വെച്ചേക്കും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്ത് വെള്ളമീനോ? വെള്ളമീൻ എന്താ ചോദിക്കുന്നത്? വെള്ളിവാലയോ? കപ്പടി ചോദിക്കാം. വെള്ളമീനാണോ ചോദിക്ക്. അത് കളവയോ? ഗൈസ് നോക്കൂ, ഇപ്പം സമയം എത്രയാ? 10 മണിയായി കാണും. ആൻഡ് സ്റ്റിൽ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ വലിയ ഫാനൊന്നുമല്ല. അത് ഏതാ വെള്ളമീനുണ്ട്. ആ അണ്ണാ രണ്ടെണ്ണം പറയാം. 2 വെള്ളമീൻ. എനിക്ക് മനസ്സിലായി ഗൈസ്, ഞാൻ പറഞ്ഞട്ടെ. സോ പ്രൗഡ്. ഞാൻ പ്രൗഡാക്കിയില്ലേ ഞാൻ പറഞ്ഞത്? ഒന്ന് പറ. അണ്ണ ഇന്ന് കന്യാകുമാരി ബീച്ചുണ്ട്. സ്ട്രെയിറ്റ് ഗോ സ്ട്രെയിറ്റ് அப்படிதா? அப்போ லெஃப்ட் ரைட் அப்புறம் അണ്ണ നോ എൻട്രി ബോർഡ്. കാർ പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത് ബീച്ച് നോ എൻട്രി. അങ്കതാ. അപ്പോൾ ഗൈസ് നമ്മുടെ അണ്ണൻ പറഞ്ഞു നേരെ പോയ ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബീച്ച് നോ എൻട്രി എന്നൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് ഡൗട്ടായി. അപ്പം ഞാനിപ്പം ചോദിച്ച് ക്ലിയർ ആക്കിയാണ് അതിനായിട്ട്. അത് ഗൈസ് ഇവർക്കൊന്നും ഞാനിങ്ങനെ തമിഴൊന്നും അറിയത്തില്ലെന്നാണ് വിചാരം. ഞാൻ പക്കാ ചോദിച്ച് ക്ലിയർ ആക്കി ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇല്ലില്ല ഞാൻ ഇടും. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് കാണാം. അപ്പം നാളെ നാളെ നമ്മൾ കന്യാകുമാരി മൊത്തം കവർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നാളത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും കാണണം. അത്രേ ഉള്ളൂ. ബൈ ബൈ.